എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 49, 50 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണ് സുകുമാരകവി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ബ്രാഹ്മണൻ ദുഃഖങ്ങളൊക്കെ പറഞ്ഞു, രുക്മിണിയുടെ അവസ്ഥ പറഞ്ഞു. അതൊക്കെ കേട്ടിട്ട് ഭഗവാൻ എന്താണ് തിരിച്ചു പറഞ്ഞത് എന്നുള്ളതാണ് പറയണത്. നമുക്കാദ്യം 49ാമത്തെ ശ്ലോകം നോക്കാം. ഗച്ഛത്വമഗ്രേ സപതി ദ്വിജന്മൻ അന്വക്ഷമേഷ്യാമി വിദർഭഭൂമിം അപശ്യതസ്തന്മുഖചന്ദ്രബിംബം നിർവാപണം മേ മനസോ ന കിഞ്ചിത്. വളരെ രസകരമായിട്ടുള്ള മറുപടിയാണ് ഭഗവാൻ പറയണത്. നമുക്കാദ്യം പദച്ഛേദം നോക്കാം. ഗച്ഛ ത്വം അഗ്രേ സപതി ദ്വിജന്മൻ അന്വക്ഷം ഏഷ്യാമി വിദർഭഭൂമിം അപശ്യത തന്മുഖചന്ദ്രബിംബം നിർവാപണം മേ മനസ ന കിഞ്ചിത്. അപ്പോൾ ബ്രാഹ്മണനെ വിളിച്ചുകൊണ്ട് ഭഗവാൻ പറയാണ്, ദ്വിജന്മൻ, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, സപതി ത്വം അഗ്രേ ഗച്ഛ. സപതി, ഇപ്പോൾ തന്നെ അങ്ങ്, അഗ്രേ ഗച്ഛ, അഗ്രേ എന്ന് വെച്ചാൽ മുമ്പിൽ, എനിക്ക് മുമ്പിൽ. അപ്പോൾ തീർച്ചയായും ഞാൻ പോരാൻ പുറപ്പെടുകയാണ്. അപ്പോൾ ഞാൻ പോണതിന് മുമ്പേ, ഞാൻ വരണതിന് മുമ്പ് അങ്ങനെ ആയിക്കോട്ടെ ആദ്യം പോവുക. അതാണ് അഗ്രേ ഗച്ഛ. അന്വക്ഷം വിദർഭഭൂമിം ഏഷ്യാമി. അന്വക്ഷം എന്ന് പറഞ്ഞാൽ ഝടിതി, വേഗം തന്നെ അങ്ങ് പോണതിൻ്റെ, അങ്ങ് വരണതിൻ്റെ, അല്ലെങ്കിൽ അങ്ങ് വിദർഭഭൂമിയിൽ എത്തണതിൻ്റെ ഒപ്പം തന്നെ ഞാനും ഏഷ്യാമി, ഞാനും വിദർഭഭൂമിയിലേക്ക് വരുന്നുണ്ട്. ഞാനും വിദർഭ രാജ്യത്തിലേക്ക് ഒട്ടും വൈകാതെ എത്തിച്ചേരും. അങ്ങ് ആദ്യം അങ്ങോട്ട് നടന്നോളൂ, ഞാനിതാ പിന്നാലെ വരികയായി എന്ന്. എന്നിട്ട് പറയാണ്, ഇതിലൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും വീണു പോവുമല്ലോ. അതാണ് ഭഗവാന്റെ അടുത്ത വാക്യം. തന്മുഖചന്ദ്രബിംബം അപശ്യത മേ മനസ ന കിഞ്ചിത് നിർവാപണം. തന്മുഖചന്ദ്രബിംബം, തത് എന്നുള്ളത് കൊണ്ട് തസ്യാഹ, രുക്മിണിയുടെ എന്നർത്ഥം. രുക്മിണിയുടെ മുഖചന്ദ്രബിംബം, മുഖമാകുന്ന അമ്പിളിക്കല, അമ്പിളി അല്ലെ മുഴുത്തിങ്കൾ എന്ന് പറയാം. അമ്പിളിക്കലയല്ല, പൂർണ്ണചന്ദ്രൻ. ആ പൂർണ്ണചന്ദ്രനോടൊത്ത രുക്മിണിയുടെ മുഖം, മുഖമണ്ഡലം കാണാതെ, അതാണ് തന്മുഖചന്ദ്രബിംബം അപശ്യത, കാണാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് എന്താ സംഭവിക്കുന്നത്? മേ മനസ ന കിഞ്ചിത് നിർവാപണം, എൻ്റെ മനസ്സിന് യാതൊരു സുഖവുമില്ല. അതാണ് മേ മനസ, എൻ്റെ മനസ്സിന് ന കിഞ്ചിത്, നിർവാപണം, നിർവാപണം ന കിഞ്ചിതസ്തി, എന്നെ സുഖിപ്പിക്കുന്നത്, നിർവാപണം തരിക എന്ന് പറഞ്ഞാൽ എനിക്ക് കുളിരേകുക, എന്നെ സന്തോഷിപ്പിക്കുക. അത് ഇപ്പോൾ തരാൻ പറ്റുന്നത് രുക്മിണിയുടെ മുഖത്തിന് മാത്രമാണ്. രുക്മിണി ഇത്രയധികം എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മുഖം കാണാതെ എനിക്ക് അല്പം പോലും സുഖമില്ല. ഇനി ഇവിടെ സ്വസ്ഥമായിട്ട് ദ്വാരകയിൽ എനിക്ക് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അത്രയ്ക്ക് കഠിനമായിട്ടുള്ള, തീക്ഷ്ണമായിട്ടുള്ള ഒരു സന്ദേശമാണ് രുക്മിണി ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുത്തയച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങ് ആദ്യം പോയിക്കോളൂ, പിന്നാലെ ഞാനും ഇതാ വരുന്നുണ്ട്, എനിക്ക് രുക്മിണിയെ കാണുന്ന വേണം. അതാണ് പറയണത്. അപ്പോൾ ഈ വാക്കുകളാണ് അവിടെ പോയി അറിയിക്കേണ്ടത്. ആദ്യം പറഞ്ഞയക്കണത് എന്തിനാണ്? രുക്മിണിയെ ആശ്വസിപ്പിക്കാൻ. ആരും വന്നില്ല, കുറേ നേരമായിട്ട് കാണാനില്ല എന്നൊക്കെ പറഞ്ഞാൽ രുക്മിണി എന്തെങ്കിലും അത്യാഹിതങ്ങളൊക്കെ ചെയ്താലോ. അപ്പോൾ ആദ്യം തന്നെ വിവരമറിയിച്ച ബ്രാഹ്മണനെ അങ്ങോട്ട് പറഞ്ഞയക്കുക. എന്നിട്ട് രുക്മിണിയെ ആശ്വസിപ്പിക്കുക. എന്ത് പറഞ്ഞിട്ട്? ഞാനും ഉടനെ തന്നെ വരുന്നുണ്ട്. മാത്രമല്ല ശ്രീകൃഷ്ണൻ പറഞ്ഞ ഈ വാക്കുകൾ എന്തായാലും ബ്രാഹ്മണൻ അവിടെ പോയി പറയും. ദേവിയുടെ മുഖം കാണാതെ ആ ശ്രീകൃഷ്ണ ഭഗവാന് മനസ്സമാധാനമില്ലാത്രേ എന്നുള്ളത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രുക്മിണി സന്തോഷിക്കുമല്ലോ, ശ്രീകൃഷ്ണൻ്റെ വരവിന് കാത്തിരിക്കും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ബ്രാഹ്മണനെ പറഞ്ഞയക്കണത്. മേൽപ്പത്തൂർ പറയുന്നുണ്ട്, അകഥയസ്ത്വമഥൈനമയേ സഖേ തദധികാമമന്മഥ വേദന. ഇവിടെ വന്ന് എന്നോട് പറഞ്ഞപ്പോഴേക്കും തന്നെ, അല്ലയോ സ്നേഹിത, അവളെക്കുറിച്ച് എനിക്ക് വല്ലാത്ത കാമതാപമുണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വാക്കുകൾ തന്നെയാണ്. തത് അധിക, അവൾക്ക് എത്ര കണ്ട് എന്നോട് സ്നേഹമുണ്ടോ അതിനേക്കാൾ കൂടുതലാണ്. അതാണ് തത് അധിക മന്മഥവേദന മമ, എനിക്കുണ്ട് കാമതാപം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ വരികയായി, എന്നെ കാത്തിരിക്കുന്നുണ്ട് ഒരാൾ എന്ന് പറയുമ്പോൾ, ഒരു രാജകുമാരി തനിക്ക് വേണ്ടിയിട്ട്
ജീവൻ തന്നെ സമർപ്പിച്ച് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതിലും വലിയൊരു സന്തോഷം വേറെയില്ല. ഞാനിപ്പോൾ തന്നെ വരികയായി എന്നാണ് നാരായണീയത്തിൽ മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നാരായണീയത്തിലെ ആ വരി, അതായത് മൂന്നാമത്തെയും നാലാമത്തെയും വരിയുടെ അർത്ഥം വരുന്ന ശ്ലോകങ്ങളൊക്കെ 51, 51 ശ്ലോകങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഇവിടെ സുകുമാരകവി അതേ ആശയം തന്നെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് 50-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഗത്വാ മദീയാഗമവാർത്തയാ താം സദ്യ സമാശ്വാസയ രാജപുത്രീം സഹസ്രഭാനൂദയ ശംസനേന യഥാ വിഷണ്ണാം നളിനീമനൂരു. ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ഇങ്ങനെയാണ്. ഗത്വാ മദീയാഗമവാർത്തയാ താം സദ്യ സമാശ്വാസയ രാജപുത്രീം സഹസ്രഭാനൂദയ ശംസനേന യഥാ വിഷണ്ണാം നളിനീം അനൂരു. വളരെ കുറച്ചേ ഉള്ളൂ പദച്ഛേദം ചെയ്യാൻ. എന്താണ് ഭഗവാൻ ബ്രാഹ്മണനോട് ഒന്നും കൂടി എടുത്തു പറഞ്ഞത് എന്ന് പറയാണ്. സദ്യ ഗത്വ, ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങ് സദ്യ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോയിട്ട് വിദർഭത്തിൽ എത്തിച്ചേർന്നിട്ട് മദീയാഗമന വാർത്തയാ താം രാജപുത്രീം സമാശ്വാസയ. മദീയ ആഗമന വാർത്തയ, മദീയം എൻ്റേതായിട്ടുള്ള, ആഗമന വാർത്ത വരവുണ്ട് എന്നുള്ള വൃത്താന്തം അറിയിക്കൽ കാരണം. അതാണ് ഞാൻ ഈ വിദർഭ രാജ്യത്തിലേക്ക് രുക്മിണിയെ വിവാഹം കഴിക്കാനായിട്ട് വരുന്നുണ്ട് എന്നുള്ള വാർത്ത. അതാണ് മദീയാഗമന വാർത്തയാ. ആ വാർത്ത കൊണ്ട് താം രാജപുത്രീം, ആ രാജപുത്രിയെ രുക്മിണിയെ സമാശ്വാസയ, ആശ്വസിപ്പിക്കൂ. അതായത് ഈ ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ ഒക്കെ ചെയ്യാൻ തയ്യാറായിട്ടാണ്, അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ടാണ് രുക്മിണി അവിടെ നിൽക്കുന്നത്. അപ്പോൾ രുക്മിണിയെ വേഗം ചെന്ന് ആശ്വസിപ്പിക്കേണ്ടത് ബ്രാഹ്മണൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണനോട് ആദ്യം തന്നെ പൊക്കോളാൻ പറയണത്. വേഗം അവിടെ ചെന്നിട്ട് രുക്മിണിയെ ആശ്വസിപ്പിക്കൂ. ആ ആശ്വസിപ്പിക്കൽ ഏതുപോലെയാണ്? അതിനൊരു ഉപമ പറയുകയാണ്. യഥാ, എപ്രകാരമാണ് എങ്കിൽ, സഹസ്രഭാനൂദയ ശംസനേന വിഷണ്ണാം നളിനീം അനൂരുഹു ഇവ. യഥ എന്നുള്ളത് ആദ്യം പറഞ്ഞിട്ട് എപ്രകാരം എന്നാൽ, സഹസ്രഭാനു ഉദയ ശംസനേന വിഷണ്ണാം നളിനീം അനൂരു. സഹസ്രഭാനു എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് രശ്മികൾ, കരങ്ങൾ ഉള്ളവൻ സൂര്യൻ. അതാണ് സഹസ്രഭാനു ഉദയ ശംസനേന. സഹസ്രഭാനു, സൂര്യൻ ഇതാ ഉദിച്ചുയരുകയായി എന്ന് പറഞ്ഞുകൊണ്ട് വിഷണ്ണാം നളിനീം, ദുഃഖിതയായിരിക്കുന്ന താമരപ്പൊയ്കയെ അനൂരു എന്ന പോലെ. അനൂരു എന്ന് പറഞ്ഞാൽ അവിദ്യമാനൗ ഊരൂഹു യസ്യ സഹ അനൂരു. അതായത് തുടകളില്ലാത്തവൻ, കാലുകൾ രണ്ടും ഇല്ലാത്ത ആൾ അനൂരു സാരഥി എന്ന് സൂര്യനെ പറയും. അരുണനെയാണ് അനൂരു എന്ന് പറയണത്. അതായത് അരുണന് 2 കാലുകളും നഷ്ടപ്പെട്ട കഥ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിനതയുടെ പുത്രനായിട്ട് ജനിച്ച അരുണൻ ഗരുഡൻ്റെ ഏട്ടനായിട്ടാണ് ജനിച്ചത്. ജനിക്കുകയല്ല ഉണ്ടായത്, വിനത ആ മുട്ട തട്ടി പൊട്ടിക്കുകയാണ് ഉണ്ടായത് തൻ്റെ ഒരു ദാസ്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരു പുത്രനായിട്ട് പൂർണ്ണ വളർച്ച എത്തിയ ഒരു മകനായിട്ട് തീർന്നിരുന്നില്ല. അതുകൊണ്ട് കാലുകളൊക്കെ വളർച്ച കുറവായിരുന്നു. അതുകൊണ്ടാണ് അനൂരു എന്ന് അരുണനെ വിളിക്കുന്നത്. അപ്പോൾ അരുണൻ പറയും ചെയ്തു, അടുത്ത മുട്ട, 2 മുട്ടകളാണ് കൊടുത്തിരുന്നത്, അടുത്ത മുട്ട അമ്മ പൊട്ടിക്കരുത്, ഇതുപോലെ അതിൽ നിന്നും അങ്ങയ്ക്ക് ശക്തനായിട്ടുള്ളൊരു പുത്രൻ ഉണ്ടാവും, ആ പുത്രൻ അങ്ങയുടെ അമ്മയുടെ ദാസ്യമില്ലാതെയാക്കും എന്ന്. അങ്ങനെയാണ് ആ മുട്ട പാകം വന്ന് അതിൽ നിന്ന് പുറത്തു വന്ന പുത്രനാണ് ഗരുഡൻ. ഗരുഡൻ വിനതയുടെ ദാസ്യം ഇല്ലാതെയാക്കുകയും കദ്രുവിനെയും കദ്രവേയന്മാരെയൊക്കെ അടിച്ചോടിക്കുകയും ചെയ്തു. അതാണ് കഥ. അപ്പോൾ അനൂരു എന്ന് പറയുന്നത് അരുണനെയാണ്. അരുണൻ എപ്രകാരമാണോ താമരപ്പൊയ്കയ്ക്ക് സൂര്യൻ വരുന്നുണ്ട് എന്നുള്ള അറിവ് കൊടുക്കുന്നത്, അവളെ ആശ്വസിപ്പിക്കുന്നത്, വിഷണ്ണയാണ്. അതായത് താമരപ്പൊയ്കയ്ക്ക് ഏറ്റവും ഭംഗി, താമരകൾ വിടർന്നു നിൽക്കലും അതിൻ്റെ സൗന്ദര്യം മുഴുവനും ഉണ്ടാകുന്നത് സൂര്യൻ ഉദിച്ചുയർന്നു വരുമ്പോഴാണ്. താമരയ്ക്കും സൂര്യനും തമ്മിലുള്ളതായ ഒരു കഠിനമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. സൂര്യനുണ്ടെങ്കിലേ താമരയുള്ളൂ. രാത്രിയൊന്നും താമര വിരിയില്ല. രാത്രി മുഴുവനും വിടർന്നു നിൽക്കുന്നത് ആമ്പലാണ്. ആമ്പലിന് ചന്ദ്രനുമായിട്ടും താമരയ്ക്ക് സൂര്യനുമായിട്ടാണ് ബന്ധമുള്ളത്. ഇതൊക്കെ കവികൾ ഇങ്ങനെ പാടിപ്പുകഴ്ത്തുന്ന ബന്ധങ്ങളാണ്. അപ്പോൾ രാവിലെ ആവാറായി, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ്
ഒട്ടും വികസിച്ചിട്ടില്ലാത്ത ഒന്നും ഒക്കെ വാടിയിരിക്കുന്നവളായ താമരപ്പൊയ്കയുടെ മുഖം എന്ന് പറയുന്നത് താമരപ്പൂക്കളാണ്. അപ്പോൾ ആ താമരപ്പൂക്കളെയൊക്കെ പതുക്കെ വിടർത്തിക്കൊണ്ടുവരുന്നത്, ആശ്വസിപ്പിച്ച് മുഖം വിടർത്തുന്നത്, മുഖത്തിന് ഒരു ഉല്ലാസം നൽകുന്നത് അനൂരുവാണ്. ആദ്യം പുറപ്പെടുന്നത് സാരഥിയാണല്ലോ, അതിൻ്റെ പിന്നിലല്ലേ രഥി, അതായത് രഥത്തിൽ യാത്ര ചെയ്യുന്ന നായകൻ്റെ വരവുള്ളൂ. അപ്പോൾ അരുണൻ വരുമ്പോൾ തന്നെ സൂര്യൻ വരികയായി എന്ന് മനസ്സിലാക്കിയിട്ട് താമരപ്പൊയ്ക എങ്ങനെയാണോ സന്തോഷവതിയാകുന്നത്, അതുപോലെ അങ്ങ് ആദ്യം ചെല്ലൂ അരുണനെ പോലെ. എന്നിട്ട് രുക്മിണിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കൂ. സൂര്യൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് താമരപ്പൊയ്കയെ ആശ്വസിപ്പിക്കുന്നത് പോലെ എന്നൊരു ഉപമാലങ്കാരത്തിൻ്റെ പ്രയോഗത്തോട് കൂടിയിട്ട് ഒന്നും കൂടിയും ശക്തമായിട്ടുള്ള തൻ്റെ വരവ് ആ താമരപ്പൊയ്കയ്ക്ക് എങ്ങനെയാണോ സൂര്യൻ, അതുപോലെ തന്നെയാണ് രുക്മിണിക്ക് താനും എന്നുള്ളത് ഭഗവാൻ ഉറപ്പിച്ചു പറയണതായിട്ടുള്ളൊരു സന്ദർഭമാണിത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഗച്ഛത്വമഗ്രേ സപതി ദ്വിജന്മൻ അന്വക്ഷമേഷ്യാമി വിദർഭഭൂമിം അപശ്യതസ്തൻ മുഖചന്ദ്രബിംബം നിർവാപണം മേ മനസോ ന കിഞ്ചിത് ഗത്വാ മദീയാഗമവാർത്തയാതാം സദ്യ സമാശ്വാസയ രാജപുത്രീം സഹസ്രഭാനൂദയശംസനേന യഥാ വിഷണ്ണാം നളിനീമനൂരു. അങ്ങനെ ഭഗവാന്റെ പുറപ്പാടാണ്. അത് അടുത്ത ശ്ലോകത്തിലാണ്. ബ്രാഹ്മണനോട് ഒരു വാക്കുകൂടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. അത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.